ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പച്ചക്കറിത്തോട്ടമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഇതിനുള്ളൊരു അഭിപ്രായം പറയണം, നല്ല കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയ കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ കളച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വിത്തൊക്കെ പാവിയിരുന്നു. അപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം മുളച്ച് എല്ലാതും ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജനുവരി ആകുമ്പോഴേക്കും ഏകദേശം തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ പയർ, അതായത് അച്ചിങ്ങ, അതുപോലെ തന്നെ പാവയ്ക്ക, പിന്നെ ഒരു മത്തങ്ങയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇത് വളർന്നിരിക്കുന്നത് മറ്റേ അച്ചിങ്ങയുണ്ട്, പയറാണ് കേട്ടോ. ഏകദേശം പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം പയറൊക്കെ അച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ നാടൻ രീതിയിലാണ് കേട്ടോ വളർത്തുന്നത്. എല്ലാതും ജൈവ വളമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വളർത്തുന്നത്. നല്ല വിളവെടു അച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതിൽ പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് നമ്മൾ ചിയ സീഡാണ് കേട്ടോ. ഒരിക്കൽ ചിയ സീഡ് ഉണ്ടായി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് വെറുതെ ഇതിലേക്ക് ഒഴിച്ചാണ് കേട്ടോ. അത് മുളച്ച് വന്നിട്ടുണ്ട്. ചിയ സീഡ് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാവയ്ക്ക, അതായത് കൈപ്പയ്ക്ക എന്നൊക്കെ പറയും നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ. ഞാനിത് എറണാകുളത്താണ് കൃഷി ചെയ്യണത്. നമ്മുടെ ചെറിയ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യാണ്. അപ്പോൾ എറണാകുളത്ത് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ പലരും പല സ്ഥലങ്ങളിലും പല ഇതാണ് പറയണത്. ഇവിടെ പാവയ്ക്ക എന്ന് പറയും, നമ്മൾ തൃശ്ശൂർ കൈപ്പയ്ക്ക എന്നൊക്കെ പറയും. അതുപോലെ ചെറിയ വാഴയ്ക്ക ഉണ്ട് കേട്ടോ, ഞാലിപ്പൂവനൊക്കെയാണത് വാഴ. പിന്നെ അതുപോലെ നമ്മൾ ചുവന്ന ചീരയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ചീരയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, ഇലയൊക്കെ നല്ല വലുപ്പമായിട്ടുണ്ട്. അതുപോലെ ഇടയിൽ നല്ല പച്ചമുളക്, കാന്താരി പച്ചമുളക്, അതൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. മുളകിൽ നല്ല കാന്താരി മുളകുണ്ട്, പക്ഷേ അതുപോലെ തന്നെ മുളകിൽ അത്യാവശ്യം കാന്താരി മുളക് അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവയ്ക്ക, അതായത് കൈപ്പയ്ക്കൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നത് പടർത്തി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊക്കെ നമ്മൾ കമ്പൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റ് നമ്മൾ അതുപോലെ തന്നെ ചോളം കിട്ടിയിരുന്നു, അതുപോലെ തന്നെ വിത്തിൽ നിന്ന് ചോളം കിട്ടിയിരുന്നു, നട്ടിട്ടുണ്ട്. 2-3 ചോളമുള്ളൂ കേട്ടോ. ഏകദേശം വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വള്ളിപ്പയർ, അതുപോലെ ചീര ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ കോഴിയൊക്കെ കടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നെറ്റൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, സൈഡിലൊക്കെ നല്ല നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോവൽ, അതായത് നമ്മുടെ കോവയ്ക്ക വേണ്ട, ഏകദേശം കോവയ്ക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് ഉണ്ടായി വരുന്നുള്ളൂ, പടർത്തിയിട്ട് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മളത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൃഷി തോട്ടത്തിൽ ഏകദേശം വിളവെടുപ്പിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും കാണിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.